ചെക്കൻ അന്ന് രാത്രിയിൽ താമസിച്ചു വന്നപ്പോ മുതല് ഞാൻ ശ്രദ്ധിക്കുന്നതാ ഒരു മാറ്റം. മനസ്സിന് പിരിമുറുക്കുണ്ടാവും, വിഭ്രാന്തി ഉണ്ടാവും, ഗോവിന്ദേട്ടൻ വസ്തു കൊണ്ടുപോകുന്നുള്ള പേടിയും എല്ലാം ഉണ്ടാവും. 100-200 പവൻ കൊടുത്ത് ഇന്ദുവിനെ കെട്ടിച്ചയക്കുമെന്ന് പറഞ്ഞതായി എനിക്ക് മനസ്സിലാവാത്ത. സ്വബോധം ഇല്ലാണ്ടായ പിന്നെ പറയുന്നതിന് വല്ല അർത്ഥം. മോഹൻ ഇവിടെ വന്നിരുന്നു. നീ കടയിൽ പോയിട്ട് കുറെ ദിവസമായെന്ന് പറഞ്ഞല്ലോ അവൻ. ഞാൻ ആ ജോലി വേണ്ടെന്ന് വെച്ചു. എന്താ കാരണം? കാരണമൊന്നുമില്ല, എനിക്ക് തോന്നി. ദിവസവും കിടന്ന് മരിച്ചു പണിതാൽ എന്താ കിട്ടുമെന്ന് എനിക്കല്ലേ അറിയൂ. എന്റെ കുട്ടി, ഇന്നത്തെ കാലത്ത് ചെറുതാണെങ്കിൽ ഒരു പണി കിട്ടാന്ന് വെച്ചാ. അമ്മാമ പേടിക്കണ്ട, സ്വന്തമായിട്ടൊരു കട ടൗണിൽ തുടങ്ങിയാലെന്ന് ആലോചിക്കാൻ ഞാൻ. അതിനൊക്കെ പൈസ എത്ര ഉണ്ടായാലാ? അതൊക്കെ ഉണ്ടാവും. എവിടുന്ന്? ഈ ഉമ്മർത്ത് ഇങ്ങനെ ഇരുന്ന് 4 നേരം സുഖഭക്ഷണവും കഴിച്ച് ജീവിതം തള്ളി നീക്കിയാല് അതൊന്നും മനസ്സിലാവില്ല. അതിന് ബുദ്ധി വേണം, ബുദ്ധി. ഉള്ള സ്ഥലം വിറ്റിന്ന് ജീവിക്കാൻ ആർക്കും പറ്റും. ഗോപി, ആരും എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നീ കേട്ടില്ലേ ജാനകി? നാരായണനാര് മരിച്ചപ്പോ വാവിട്ട് കരയുന്ന 4 കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവനാ ഞാൻ. എന്നെ പോലും മറന്ന് ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ചു. ഇപ്പൊ എനിക്ക് കിട്ടി അതിനുള്ള പ്രതിഫലം. നാരായണേട്ടൻ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് നോക്കുമ്പോ പ്രതി ഞാൻ വിചാരിച്ച ആള് തന്നെയാ. അവന്റെ നടപ്പിലും ഭാവത്തിലും ഒക്കെ എന്തോ ഒരു പെശക എനിക്കും തോന്നിയതാ. കഴിഞ്ഞ ആഴ്ചയെ ഓടി വന്ന് 50 രൂപ ബലമായിട്ട് എന്റെ കയ്യിലോട്ട് തിരികെ വെച്ച് വന്ന്. നാരായണോ, ഗോപിയെ പറ്റി നീ പറഞ്ഞൊക്കെ നേരാണോ? പിന്നെ നോണ പറഞ്ഞ് നിങ്ങളെ വിശ്വസിക്കേണ്ട വല്ല ആവശ്യം എനിക്കുണ്ടോ മേന്നെ? ആദ്യമൊക്കെ ചെറിയ ലക്ഷണം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ദേഹോദരം തുടങ്ങിയിരിക്കണത്രേ. ഗോവിന്ദൻ നായർ തല്ലാൻ ചെന്നോ എന്തൊക്കെയോ പറയണ കേട്ടു. മനുഷ്യന്മാരുടെ സ്ഥിതി. ഗോപിക്ക് കൊടുത്ത മുതലും പലിശയൊക്കെ പോയി തന്നെ അല്ലേ മേന്നെ? കാശ് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, അവൻ വല്ല ദേവോത്തരം ഏൽപ്പിക്കുന്ന ആൾപ്പെടേണ്ട പേടി. അതുറപ്പാ. അയ്യോ, എന്റെ കാര്യത്തിനൊരു കുഴപ്പമില്ല. നാരായണേട്ടാ, എന്താ മുഖത്തൊരു വല്ലായ്മ? ഒന്നുമില്ല. മനസ്സിലായി. ഈ കടയൊന്ന് ഉഷാറാക്കണമെന്ന് പറഞ്ഞ് നാരായണേട്ടൻ പല പ്രാവശ്യം എന്റെ അടുത്ത് രൂപ കടം ചോദിച്ചിട്ടുണ്ടല്ലേ? ഞാൻ തന്നിട്ടില്ല. എന്നാ വിഷമിക്കണ്ട, ചോദിക്കാതെ തന്നെ ഞാൻ നാരായണേട്ടന് കുറച്ച് രൂപ തരാൻ പോവുക. എനിക്ക് കുറച്ച് ദിവസത്തെ സാവകാശം തരണം. അയ്യോ വേണ്ട ഗോപി, എനിക്ക് പണത്തിന്റെ ആവശ്യം എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ രൂപ തരും. ഗോപിക്ക് എന്തെങ്കിലും കുടിക്കാൻ എനിക്ക് പാല് തന്നെ ആയിക്കോട്ടെ. അയ്യോ, പണിക്കരേട്ടനോ? ഞാൻ ഈ വടയുടെ വില നിലവാരമൊക്കെ നോക്കുവായിരുന്നു. പിന്നെ പറഞ്ഞൊന്നും ഞാൻ മറന്നിട്ടില്ല. പട്ടണം, ഹൃദയം. വേഗം വേണം. മേനോൻ ചേട്ടനോ? ഈ കണ്ണാടിപ്പെട്ടിക്കകത്ത് എന്തോ എടുക്കുക? ഞാൻ ചേട്ടനെ കാണാൻ കാത്തിരിക്കുവായിരുന്നു. നമ്മുടെ പൈസയുടെ കാര്യമില്ലേ? പൈസ വേണ്ട. വരാം. ഗോപി, പാല്. ചേട്ടാ, എല്ലാം പരിഹരിക്കാം. ഗോപി 2 ആഴ്ചത്തെ ലീവെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ കണ്ടേയില്ല. കുറച്ച് തിരക്കിലായിപ്പോയി അവസരപ്പച്ച. പിന്നെ ഈ ജോലി അങ്ങ് വിടാനുള്ള തീരുമാനത്തിലാ ഞാൻ. വേറെ വല്ലതും മനസ്സിൽ കണ്ടിട്ടുണ്ടോ ആവോ? വേറെ വല്ലതും കണ്ടുവയ്ക്കാ ജോലി വിടാൻ എനിക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഞാൻ വെറുതെ ചോദിച്ചതാ. ചായയോ കാപ്പിയോ? ഒന്നും വേണ്ട. ഞാനേ ആ അബൂബക്കറിന്റെ ഹോട്ടലിന് വില പറയാൻ വേണ്ടി ഇവിടം വരെ വന്നതാ. മിക്കവാറും കച്ചവടം ഉറപ്പിക്കും. ഒരു തെറ്റുമില്ല. പക്ഷേ ആ ഹോട്ടലിനെ ഒരു തുണിക്കടയാക്കി മാറ്റാനാ എന്റെ പ്ലാൻ. എന്താ അവസരപ്പച്ചന്റെ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. മോനേട്ടാ, പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, മാറ്റം ഉണ്ടാവരുത്. ഇതിലെ ഞാൻ കല്യാണത്തിന് തീർച്ചയായിട്ടും എത്തും, പറഞ്ഞ സമ്മാനമായിട്ട്. എന്നാ അപ്പൊ പറഞ്ഞല്ലേ? ശരി ശരി. അപ്പൊ എന്റെ കടയുടെ ഓപ്പണിങ്ങിന് കാണാം എല്ലാരോടും. വരട്ടെ വരട്ടെ അവസരപ്പച്ച. ഗോപി, ഗോപി, അവിടെ നിന്നേ. ഗോപി എന്ന് കാണാൻ ഞാൻ എത്ര തവണ കടയിൽ ചെന്നറിയോ? എനിക്ക് അല്പം തിരക്കുണ്ട്, നമുക്ക് സൗകര്യം പോലെ പിന്നെ കാണാം. അവിടെ നിൽക്ക് ഗോപി. ഹെഡ് ഓഫീസിൽ നിന്ന് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ പേപ്പേഴ്സ് എല്ലാം എത്തിയിട്ടുണ്ട്. ഗോപി വന്നാ പൈസ വാങ്ങിയാ മതി. ലോണിന്റെ കാര്യം സാറി പറയണേ? അതെ, അത് ശരിയായി വന്നപ്പോ ഞാൻ എന്തുമാത്രം സന്തോഷിച്ചെന്നറിയാമോ? പിന്നെ എനിക്ക് ചെറിയ ഹെൽപ്പ് വേണം. ഞാൻ KFC-ന്ന് ചിട്ടി പിടിച്ചതിന്റെ ജപ്തി നോട്ടീസ് വന്നു.
ഒരു അഡ്ജസ്റ്റ്മെന്റ് കുറച്ച് എമൗണ്ട് കടമായിട്ട് തന്നാ മതി. ഞാൻ തിരിച്ചു തന്നോളാം. കൊല്ലംകോട്ട രാജപ്പന് മീൻ വളർത്തുന്ന 2 ലക്ഷം രൂപ ശരിയാവുന്നുണ്ട്. 25 കമ്മീഷൻ. ഗോപിയുടെ അവസ്ഥ എനിക്കറിയാവല്ലോ. സാറേ, ഒരു 10-25 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി ഞാൻ സാറിന്റെ ബാങ്കിൽ ഇട്ടാൽ സാറിന് പ്രൊമോഷനോ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ? ഗോപി കളിയാക്കുക. കളിയാക്ക്. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ സാറിനെ വന്ന് കാണുന്നുണ്ട്. 25 ആണോ 50 ആണോ ഇടേണ്ടതെന്ന് അപ്പൊ തീരുമാനിക്കാം. ഇപ്പൊ ഇത്തിരി ധൃതിയുണ്ട്. പിന്നെ ലോൺ അങ്ങ് ക്യാൻസൽ ആക്കിയത്, അല്ലെങ്കിൽ ഏതെങ്കിലും പാവങ്ങൾ കൊടുത്തേക്ക് പോട്ടെ. അപ്പൊ ഔസേപ്പച്ചൻ പറഞ്ഞത് നേരാ. ഇത് വട്ട് തന്നെ, മുഴുവട്ട്. കുറച്ച് നേരമായി ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ഈ കളികൾ. അവിടുന്ന് ഇവിടുന്ന് എത്തി നോക്കാൻ വേണ്ടി മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഞങ്ങള് വെറുതെ മനുഷ്യനെ സ്വൈരായിട്ടൊന്ന് ഉറങ്ങാൻ കൂടി സമ്മതിക്കില്ല. വെച്ചാല് ഷോപ്പിൽ നല്ല തിരക്കുണ്ടോ? ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. സംസാരിക്കാം. ബിസ്ക്കറ്റിന്റെ കാര്യത്തെ കുറിച്ച് ചോദിക്കാനാ. എത്ര ഉണ്ട്? എത്രണ്ണമുണ്ട്? കയ്യിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? അല്പം വെയിറ്റ് ചെയ്യും. മുസ്തഫായ്ക്ക് നഷ്ടപ്പെട്ടത് കോടികളുടെ സ്വർണം മാത്രമല്ല, വർഷങ്ങളായി പടുത്തുയർത്തിയ മാറ്റച്ചനോടുള്ള വിശ്വാസ്യത കൂടിയാണ്. തീ കൊണ്ടുള്ള കളിയല്ലേ കയ്യാറെ. കിട്ടിയ സാധനം കൈപ്പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഇങ്ങോട്ട് പറയില്ല. പക്ഷേ അവർക്ക് മറിച്ചും ചിന്തിക്കാമല്ലോ. കൈപ്പറ്റി കഴിഞ്ഞിട്ടും കിട്ടിയില്ലെന്ന് കൈമലർത്തിയ മിടുക്കന്മാരുടെ പറ്റികയൊക്കെ മുസ്തഫയ്ക്കും അറിയാം. പക്ഷേ പിന്നീട് അവർക്ക് കളവ് പറയാനൊരു അവസരം മുസ്തഫ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. കാഞ്ഞങ്ങാട്ട് അക്ബറിന്റെ കൊലപാതകം അങ്ങനെയായിരുന്നു. ബോംബെ താൻ ഇങ്ങോട്ട് വന്നത് എന്നെ ഗുണദോഷിക്കാനാണോ? മാറ്റച്ചൻ ഇങ്ങനെ ചൂടാവാൻ വേണ്ടി പറഞ്ഞല്ല, കാര്യത്തിന്റെ ഗൗരവം. ഗൗരവൊക്കെ എനിക്കും അറിയാവടോ. താ മുസ്തഫയോട് പറ ഉടനെ വന്ന് കാണുന്നുണ്ടെന്ന്. എന്തായി കുഞ്ഞെ? ഇൻഫർമേഷൻ ശരിയാണ് സർ. ടൗണിൽ ഒരു ചെറുപ്പക്കാരൻ സ്വർണം വിൽക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. കുഞ്ഞയാളെ കണ്ടോ? സർ, സ്വർണ്ണക്കടയിൽ നിന്ന് ഇറങ്ങി ഓടിയപ്പോഴാണ് ഞാൻ അയാളെ ഫോളോ ചെയ്തത്.
പക്ഷേ ഒരു പള്ളിപ്പെരുന്നാളിന്റെ പ്രദക്ഷിണത്തോട് ചേർന്ന് അയാൾ മുങ്ങി. അതുകൊണ്ട് അന്വേഷണം നിർത്തി സാറിങ്ങി പോകുന്നു അല്ലേ? 24 മണിക്കൂർ സമയം ഞാൻ കുഞ്ഞിന് തരുന്നു. അതിനുള്ളിൽ അവനിവിടെ എത്തിയിരിക്കണം. മറക്കണ്ട. ഗോപിയേട്ടൻ ജോലിക്ക് പോയിട്ട് ദിവസം എത്രയെന്നറിയോ? മായെടുത്ത് പറഞ്ഞാലെങ്കിലും അനുസരിക്കുന്ന കരുതിയാ അമ്മൻ ഇങ്ങോട്ട് അയച്ചത്. വീടും ജോലിയും മാത്രമേ നടന്ന ഗോപിയേട്ടനാ ഇപ്പൊ രാത്രി എത്തുന്നത് തന്നെ വളരെ വൈകിയ. ബാക്കിയുള്ളവരെങ്ങനെ കഴിയുന്നത് പോലും ഈടെ അന്വേഷിക്കാറില്ല. എല്ലാരും പറയുന്നത് എന്തോ പറ്റിയിട്ടുണ്ടെന്നാ, പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റണില്ല. എന്തൊക്കെ കണക്കൂട്ടലുകളുണ്ട് മനസ്സിലെന്നാ എനിക്ക് തോന്നിയത്. അത് നടത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരിക്കും. ഇന്ദു ചേച്ചിയെങ്കിലും വീട്ടിലെ അടുക്കളയിൽ രക്ഷപ്പെടുള്ളൂ ഓർത്ത് ഞാൻ സന്തോഷിച്ച. അതിനും സമ്മതിക്കില്ല ഗോപിയേട്ടൻ. വിജയന് ജോലിയൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും അത്. അനിയത്തിയെ നല്ലൊരാളെ ഏൽപ്പിക്കാനുള്ള ആഗ്രഹമാവും ഗോപിയേട്ടന്. മായെടുത്ത് അതുവഴി ഒന്ന് ഇറങ്ങോ? ഇറങ്ങാം. ഇത് അമ്മയെ ഏൽപ്പിച്ചാ മതി. വേണ്ട മായെടുത്ത്. ഹരി, വീട്ടില് അച്ഛൻ കല്യാണം നടത്താനുള്ള വാശിയില്ല. നാളെ ആരൊക്കെ വരുന്നുണ്ടത്ര എന്നെ കാണാൻ. ഗോപിയേട്ടനോടൊന്ന് പറയൂ. നമസ്കാരം. 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 വീട് കണ്ടുപിടിക്കാൻ വിഷമിച്ചോ? അയ്യപ്പൻ റോഡിൽ നിപ്പുണ്ടായിരുന്നു. വൃശ്ചിക മാസമായിട്ടും ചൂടിന് ഒരു കുറവുമില്ല. ഗോവിന്ദൻ നായർ തന്ന ജാതകക്കുറിപ്പ് ബഹു കേമാത്രേ. 8-7 പൊരുത്തം. അതങ്ങനെ വരൂ. ഞാൻ പൊതുവാളിനെ കൊണ്ട് നോക്കിച്ചതാ. ജാതകവശാൽ വിവാഹത്തിന് ശേഷം ഭർത്താവ് ഉന്നതിയിലെത്തുന്നു പറഞ്ഞു പൊതുവാള്. ഏതോ സ്കൂളിലെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞേ? അതൊക്കെ അങ്ങോട്ട് നേരിട്ട് ചോദിക്കാലോ. മോളെ മായേ, ഒന്നിങ്ങോട്ട് വരിക. ആരാ വരണേ? അകന്നൊരു ബന്ധുവാ. പറഞ്ഞിട്ടെന്താ? ബുദ്ധിസ്ഥിരതയില്ല. മൂസന്റെ ചികിത്സയില. ഗോപി അപ്പുറത്തേക്ക് ചെല്ലേ. തൽക്കാലം ഒന്നും വേണ്ട. അമ്മാവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് എനിക്കറിയണം. അതാ എനിക്കും അറിയണ്ട. എന്താ നിന്റെ ഭാവം? സൂത്രത്തിൽ എന്നെ തോൽപ്പിച്ച് കളയാനാണ് ഉദ്ദേശമെങ്കിലേ അത് നടപ്പില്ല. ഞങ്ങളുടെ വിവാഹക്കാരി ഈ തറവാട്ടിൽ വെച്ച് നമ്മൾ തീരുമാനിച്ചല്ലേ. ആരാ ഈ നമ്മള്? അറിയില്ല അല്ലേ? മരിക്കുന്നതിന് മുമ്പ് മായയുടെ അമ്മ ഈ കാര്യം മാത്രമല്ലേ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഞാനത് നിറവേറ്റും. മായ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നെങ്കിൽ അത് പാണാട്ട് ഗോപിനാഥന്റെ കൂടെ ആയിരിക്കും. മനസ്സിലായല്ലോ? നിങ്ങൾ അവിടെ ഇരിക്കെ. എടാ, ഭ്രാന്താണെങ്കിൽ ആശുപത്രി പോയി കിടക്കണം. ഭ്രാന്ത് എനിക്കല്ല, നിങ്ങൾക്കാ. മായയുടെ അച്ഛനായി പോയി. ഇല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു. കാണിക്കും അത്ര. മോളങ്ങോട്ടാ? ഇന്ദു ചേച്ചിനെ കാണാൻ. എന്താ കാര്യം? ഒന്നുമില്ല, വെറുതെ കാണാനാ. കയ്യിലെന്താ? ഒന്നുമില്ല. കയ്യിലെന്താണെന്ന് അതിങ്ങ് തരൂ. ഞാൻ തരില്ല. ഇന്ദു ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കാവോ? തരാനാ പറഞ്ഞത്. എന്റെ ഇന്ദുവിന് കുറെ ദിവസമായി കാണാൻ കഴിയാത്തവരുള്ള വിഷമം ഇന്ദുവിനേക്കാളേറെ എനിക്കുണ്ട്. പിരിഞ്ഞിരിക്കേണ്ടി വരുമ്പോഴേ സ്നേഹത്തിന്റെ ആഴവും വ്യാപ്തിയും ഒക്കെ മനസ്സിലാവുമെന്ന് പറയുന്നത് എത്ര ശരിയാണ്. ഇന്ദുവിനെ വീട്ടിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. ആരുടെയും സമ്മതമില്ലാതെ തന്നെ ഇന്ദു വരുമോ? ഞാൻ വിളിച്ചാൽ എന്റെ കൂടെ ഇറങ്ങി വരാനുള്ള ധൈര്യം ഇന്ദുവിനുണ്ടാവുമോ? മറുപടിക്കായി കാത്തുകൊണ്ട് വിജയേട്ടൻ. വിജയ, ഗോപിയേട്ട. ഗോപിയേട്ടനോ? ആരാണോ നിന്റെ ഗോപിയേട്ടൻ? ഇരുന്ന് സംസാരിക്കാം, വെറുതെ ബഹളം ഉണ്ടാക്കരുത്. ബഹളം ഉണ്ടാക്കാൻ തന്നെയാ വന്നിരിക്കുന്നത്. ഈ കല്യാണം നടത്താൻ സമ്മതിക്കില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ അല്ലേ? പിന്നെ എന്താണ് എന്റെ അർത്ഥം? ഇന്ദുവിന്റെ സമ്മതം ചോദിച്ചോ നിങ്ങൾ? അവളുടെ രക്ഷകർത്തൃത്വം നീ ഏറ്റെടുക്കണ്ട. നീ വിളിച്ചെടുത്ത് ഇറങ്ങി വരാൻ അവളൊരു അനാഥ പെണ്ണുമല്ല. ഇന്ദുവിന്റെ കാര്യത്തിൽ എന്താ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് സമയമാകുമ്പോൾ നടത്തി കാണിച്ചു തരാം. എന്താണ് നീ ചെയ്യാൻ പോകുന്നത്? പറയണം, പറയണം. അതറിഞ്ഞിട്ടില്ല ബാക്കി. എന്താണ് നിനക്ക് ചെയ്യാനുള്ളത്? എനിക്ക് ഇന്ദുവിന്റെ ചേട്ടനായിപ്പോയി. ഇല്ലെങ്കിൽ ഞാൻ ഏതായാലും അപ്പുണ്ണിക്ക് കത്ത് എഴുതിയിട്ടുണ്ട്. എത്തിയാൽ ഉടനെ ഒരു സുദർശന ഹോമം, പിന്നെ ദേവിക്കൊരു തിറയാട്ട്. ഹോമവും തിറയും. അസുഖം വന്ന ഡോക്ടറെ കാണണം. ചികിത്സിച്ച് മാറ്റുന്ന രോഗം തന്നെ അത്.
അതിപ്പോ ഹരി, ഇത് സാധാരണ പോലൊരു അസുഖമല്ലല്ലോ. അതന്നെയാ പറഞ്ഞത്, അതിന് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറെ കാണണം. അവനെ കൊണ്ടുപോയി ഭ്രാന്തന്മാരുടെ ഡോക്ടറെ കാണിക്കണമെന്നാണോ നീ പറയണേ? അമ്മയുടെ വർത്താനം കേട്ട തോന്നും ഇതാരോ മനഃപൂർവ്വം വരുത്തി വെച്ചതെന്ന്. അമ്മയെ ഭ്രാന്ത് ഒരു രോഗം തന്നെയാണ്. അതിപ്പോ എങ്ങനെ ഗോപിയൊന്ന് അറിയിക്കുക? ഞാൻ പറഞ്ഞോളൂ ഏട്ടനോട്, സാവധാനത്തിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതിയല്ലോ. എന്റെ ഒരു കൂട്ടുകാരന്റെ ബന്ധു കൂടി ഡോക്ടർ. ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത എന്റെ കുട്ടിക്ക് ഇങ്ങനെ വന്നല്ലോ എന്റെ ഈശ്വര. ഭഗവതി കാക്കണേ. അപ്പൊ ഇത്ര വരെ എത്തി കാര്യങ്ങളല്ലേ? എന്ത് പറ്റി നിന്റെ നെറ്റിയില്? കുടുംബത്തിന് വേണ്ടി രാപ്പകൽ കഷ്ടപ്പെട്ടതിന് എനിക്ക് കിട്ടിയ കൂലി ഇപ്പൊ എനിക്ക് ഭ്രാന്താത്രേ. അമ്മ കൂടി ഇതിന് കൂട്ടു നിന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ. മോനെ, നിനക്ക് എന്താ പറ്റിയത്? ഒന്നും പറ്റിയിട്ടില്ല. എന്റെ മനസ്സിൽ ചില കണക്കൂട്ടലുകളൊക്കെ ഉണ്ട്. അതിപ്പോ നിങ്ങളോട് പറയാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ല ഞാൻ. എല്ലാവരും നിന്നെ കുറിച്ച് എന്തൊക്കെയാ പറയണുണ്ട്. അത് നിങ്ങളുടെയൊക്കെ നാവിന്ന് പുറപ്പെട്ട വർത്തമാനങ്ങൾ തന്നെയാ. ഏട്ടനെ ഏത് ഡോക്ടറെയാടാ നീ കാണിക്കാൻ പോണ? അതിനു മുമ്പ് ഇവിടെ മറ്റു ചില കാര്യങ്ങൾ എനിക്ക് തീരുമാനിക്കാനുണ്ട്. എന്താ നിന്റെ ഭാവം? നേരം നോക്കി ആഹാരം ഉണ്ടാക്കണ കുടുംബത്തിൽ നിന്ന് കല്യാണം വേണ്ടെന്ന് പറഞ്ഞാണോ ഏട്ടൻ ചെയ്ത് തെറ്റ്? ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട, അതിനൊക്കെ സമയമുണ്ടല്ലോ. ഇല്ല. പെൺകുട്ടികൾ ഏത് വഴിക്കാ പോണെന്ന് അമ്മയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോ. അവൾ ഒളിച്ചോടാൻ പോവത്രേ. ഞാൻ അവൾക്ക് ആരുമല്ല. എങ്കിൽ പിന്നെ അതൊന്നും കാണുമല്ലോ. എന്താ ഗോപി ഇത്? ഈ ഉമ്മറത്ത് നിന്ന് പുറത്തോട്ട് ഇറങ്ങിയാൽ അറിയാൻ കാര്യങ്ങൾ. വീട്ടുകാരെ സമ്മതിച്ചില്ലാച്ച ഒളിച്ചോട്ടം. എവിടെ പോയി ഒളിക്കോളി നീ? ആശയ മോഹം തീരുമ്പോ തിരിച്ചിങ്ങോട്ട് വന്നൊന്ന് കരഞ്ഞു തീർത്താൽ മതിയല്ലോ അല്ലേ? ഇന്ദു, നിനക്കെന്താ ഇവിടെ കാര്യം? ഗോപി ഇവിടെ വന്നതും വഴക്കുണ്ടായതും ഒക്കെ അറിഞ്ഞു. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ തന്നെയാ ഞാൻ കൂടെ വന്നത്. എന്ത് തീരുമാനം? മകന്റെ പോക്കിത്തരങ്ങൾക്കെല്ലാം നിങ്ങളും കൂട്ടുവെക്ക. അനാവശ്യം പറയരുത്. എന്റെ വീടിന്റെ ഉമ്മറത്ത് വന്ന് എന്നെ ഭരിക്കാൻ തുടങ്ങുന്നോ? ഗോപി, നീ എന്തായി കാട്ടണേ? വീട്ടിലുള്ള തോന്നിയാസം കാണിച്ച പിന്നെ തോന്നിവാസമെങ്കിൽ തോന്നിവാസം. ഇന്ദു, എന്റെ അമ്മയുടെ മുമ്പിൽ വെച്ചാണ് നിന്നെ വിളിക്കുന്നത്. എന്നെ വിശ്വാസമെങ്കിൽ നിനക്കറിയി വരാം. ഞാൻ അവളുടെ ഏട്ടനാണെങ്കിൽ അവളെ പടി കടന്ന് പുറത്തേക്ക് വരില്ല. ഗോപി, നീ ഇനിയും പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ എന്ത് ചെയ്തു എന്ന് അമ്മയെ പറയണേ? ഇവന്റെ വീട്ടിൽ ചെന്ന് എന്നെ ഇവൻ അപമാനിച്ചു. വീണ്ടും അധികാരം കാട്ടാനെത്തിയിരിക്കുന്ന ഇവനെ നിലവിളക്ക് വെച്ച് ഞാൻ സ്വീകരിക്കണോ? നമുക്ക് പിന്നീട് ഇതിനെ കുറിച്ച് ആലോചിക്കാം. നിങ്ങൾ ഇപ്പൊ പോണം. അമ്മേ, ഇന്ദുവിന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് തന്നെയാ വന്നത്. അവൾ എന്റെ കൂടെ ജീവിക്കൂ. അത് തീരുമാനിക്കേണ്ട നീയല്ല. ഇന്ദു, ഞാനാ വിളിക്കുന്നത്. ഇത്രയും കാലം പോറ്റി വളർത്തി എന്നെക്കാൾ വിശ്വാസം നിനക്ക് തെളിയല്ലേ? ഡോക്ടർ, നമ്മളെ മേലെ പലതവണ കണ്ടിട്ടുണ്ട് ടെക്സ്റ്റൈൽസ് വെച്ച്. ഞാൻ ഗോപിനാഥൻ. അവസാനമായിട്ട് വൈഫായിട്ട് ഒരു കാഞ്ചീപുരം സാരി എടുത്തു, മെറൂൺ കളർ. അതിന് മാച്ചിങ് ആയി ബ്ലൗസ് പീസ് ഞങ്ങളുടെ കടയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു കടയിൽ പോയി സംഘടിപ്പിച്ചു തന്നു. ഓർക്കുന്നുണ്ട്. ആ, ഇപ്പൊ മനസ്സിലായല്ലോ. എനിക്കൊരു അസുഖമില്ല. വേണമെങ്കിൽ സാറ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോണം, അപ്പൊ മനസ്സിലാവും. നിങ്ങൾക്ക് അസുഖമുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ? അടുത്ത കാലത്തായി ബന്ധുക്കളോടുള്ള നിങ്ങളുടെ പെരുമാറ്റത്തിൽ വളരെയധികം മാറ്റമുണ്ടെന്ന് അവർ പറയുന്നുണ്ടല്ലോ. അത് പിന്നെ അവരെങ്ങനെ മാനസികമായി എന്തെങ്കിലും ടെൻഷൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? തുറന്നു പറയണം. മനസ്സിന് ഒരു സ്വസ്ഥതയില്ലായിരുന്നു എന്നുള്ളത് സത്യമാണ് ഡോക്ടർ. കാരണം? പ്രത്യേകിച്ച് പറയാൻ കാരണമൊന്നുമില്ല. എന്തായാലും ഗോപിയെ ഞാനിവിടെ അഡ്മിറ്റ് ചെയ്യാൻ പോകും. അയ്യോ,
അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്തു. ശരി ഡോക്ടർ. അയ്യോ അങ്ങനെ പറയരുത് ഡോക്ടർ പ്ലീസ്, എനിക്ക് അസുഖമൊന്നുമില്ല. സി മിസ്റ്റർ ഗോപി, ഭ്രാന്തുള്ളവർ മാത്രമല്ല ഇവിടെ പേഷ്യൻസ് ആയിട്ടുള്ളത്. മാനസികമായി പിരിമുറുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ടെൻഷൻ റിലീവ് ചെയ്ത് കിട്ടാൻ ഞങ്ങളുടെ ചികിത്സ സഹായിക്കാം. ഡോക്ടർ എനിക്ക് വീട്ടിൽ പോയേ പറ്റൂ. ഞാൻ വേണമെങ്കിൽ ഡോക്ടർ ദിവസം ഇവിടെ ഒന്ന് കണ്ടോളാം. ഒരു രോഗിയായിട്ടല്ല, കുറച്ചു ദിവസത്തെ വിശ്രമം ആവശ്യമുള്ള ഒരാളായിട്ടാണ് നിങ്ങൾ ഇവിടെ കഴിയാൻ പോകുന്നത്. ഡോക്ടർ പ്ലീസ് അങ്ങനെ പറയരുത്, എനിക്ക് ഒരു അസുഖമില്ല. പേടിക്കാനൊന്നുമില്ല. എന്തൊക്കെയോ ചില ഹലൂസിനേഷൻ, അതായത് മാനസിക വിഭ്രാന്തി കൊണ്ടുണ്ടാവുന്ന ചില അസാധാരണമായ പെരുമാറ്റം. ഒരു രോഗിയാണെന്ന മട്ടിൽ നിങ്ങൾ ആരും അയാളോട് പെരുമാറാൻ പാടില്ല. അത് അയാളെ കൂടുതൽ വയലന്റ് ആക്കും. അതുകൊണ്ട് ഇവിടുത്തെ പേഷ്യൻസിന്റെ യൂണിഫോം പോലും ഞാൻ അയാൾക്ക് കൊടുക്കുന്നില്ല. എനിക്ക് അസുഖമില്ല ഡോക്ടർ പ്ലീസ്, ഞാൻ പറയുന്നു. പേടിക്കാനൊന്നുമില്ല, നിങ്ങൾ ബഹളം വെക്കരുത്. എന്നെ വിശ്വസിക്കും ഡോക്ടർ, എനിക്ക് അസുഖമൊന്നുമില്ല, എനിക്ക് ഒരു രോഗമില്ല. ഡോക്ടർ പ്ലീസ് പ്ലീസ് ഡോക്ടർ, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കും ഡോക്ടർ പ്ലീസ് പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന്. ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത എന്റെ കുട്ടിക്ക് എന്നെ നീ ഇത് കൊടുത്തല്ലോ ദൈവമേ. ഗോപിയേട്ടൻ നാളെ തന്നെ ഇങ്ങെത്തില്ലേ? പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ വെറുതെ? സ്കൂള് വിട്ട് അന്ന് തുടങ്ങിയതാ എന്റെ മോൻ കുടുംബത്തിന്റെ പ്രാരാബ്ധം തലയിലേറ്റ്. അച്ഛൻ മരിച്ചേ പിന്നെ സുഖമെന്നാണെന്ന് എന്റെ കുട്ടി അറിഞ്ഞിട്ടില്ല. അതിനിപ്പോ എന്താ ഉണ്ടായമ്മേ? അസുഖം ഉണ്ടായാലും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോണത് സാധാരണയല്ലേ? ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവനവൻ. ഹിന്ദുവിനെ തല്ലിയത് എനിക്ക് വിശ്വസിക്കാൻ വയ്യ. സ്വബോധം ഉണ്ടെങ്കിൽ അവനത് ചെയ്യുവോ? ഗോപിയേട്ടനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏട്ടനെ ധിക്കരിക്കാൻ പാടില്ലെന്ന് ഇന്ദു ഓർക്കണ്ടേ? ഇവിടുത്തെ കഷ്ടപ്പാടിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്ന് കരുതിയ ഞാൻ സമ്മതിച്ചത്. പക്ഷേ എന്റെ മോൻ ഇഷ്ടമില്ലാച്ച. ഗോപിയേട്ടന് ഇഷ്ടക്കുറവൊന്നുമില്ല. തിരിച്ചു വന്ന ഉടനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. ഹരി, ഗോപിയേട്ടനെ പറ്റി ഡോക്ടർ എന്താ പറഞ്ഞത്? എന്തെങ്കിലും വിവരം നാളെ പറയൂ. ഹരി, എന്നോടെങ്കിലും സത്യം തുറന്നു പറയണം. പേടിക്കാനൊന്നുമില്ലെന്നാ പറഞ്ഞ്. നാളെ ഞാനും വരട്ടെ ഗോപിയേട്ടനെ കാണാൻ? അവര് സമ്മതിക്കുമെന്നറിയില്ല. അല്ലെങ്കിലും മായടുത്തി വരാതിരിക്കുക നല്ലത്. ഞാനും വരും. എനിക്കെന്റെ ഗോപിയേട്ടനെ കാണണം. ഇത്ര ധൃതിയിൽ കല്യാണം നടത്തണമെന്ന് നിനക്കെന്താ അത്ര വാശി? ഈ മുറ്റത്ത് കിടന്ന ഒച്ചയും വിളിയും കൂട്ടിയിട്ട് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞില്ലേ? ഇനി സ്വബോധമുള്ള ആരെങ്കിലും വരും ഇന്നൊരു കെട്ടാൻ. അപ്പൊ ഇന്ദുവിന്റെ കാര്യം മാത്രമേ ഉള്ളൂ നിനക്ക്? എനിക്കും ഉണ്ടല്ലോ ഒരു മോള്. ഭ്രാന്തന്മാരുടെ കുടുംബത്തിൽ നിന്ന് കേട്ടാൻ ഏതെങ്കിലും തറവാട്ടുകാരും മെനക്കെടുവോ? ഭ്രാന്ത് ഒന്ന് നിർത്തണ്ടോ? ഈ ബഹളം വെക്കണ കേട്ടാ ഇപ്പൊ ഭ്രാന്ത് ഗോവിന്ദേട്ടനാന്ന് തോന്നും. ഇനി നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. ഏതായാലും ഈ കല്യാണത്തിന് എന്നെ പ്രതീക്ഷിക്കണ്ട. നീ വരുന്നുണ്ടോ അതോ ഇവിടെ പുറക്കാൻ തന്നെയാണോ ഭാവം? അപ്പോഴേ ഗോവിന്ദേട്ടാ, ഇനി പറഞ്ഞില്ല എന്ന് വേണ്ട. ഞാൻ ഈ കല്യാണങ്ങൾ നടത്താൻ തീരുമാനിച്ചു. വരിക. ഇപ്പൊ ഇതുവഴി ഒരാൾ ഓടിപ്പോകുന്നത് കണ്ടോ? ഇല്ല. അവൻ എവിടെ പോയി? അവനെ പിടിക്കണമല്ലോ.
ചേട്ടൻ ഇവിടെ എപ്പറ്റി? നമ്മുടെ അർഷത്തിനകത്തായിട്ട് ഒരു ചെറിയ പണടം ഉണ്ടായിരുന്നു. ഒന്നുമില്ല, ഒരു 10 lakhs തിരിമറി. ഇവിടെ വന്ന് നോക്കുമ്പോ ഒരു 10,000 റുപ്യ മിസ്സിങ്. അത് പനമല കുഞ്ഞിരാമനാർക്ക് കൊടുത്തോ, തട്ടകത്ത വർഗീസിന് കൊടുത്തോ, ഒരു പിടിയും കിട്ടുന്നില്ല. നീ എന്താ ഇവിടെ വല്ല പണടം അവിടെ ഉണ്ടോ? അല്ല അതെ. നിനക്ക് എത്ര പണം വേണം? 1 2 3 4 5 6 7 8 9 10 12 13 14 15 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156 157 158 159 160 161 162 163 164 165 166 167 168 169 170 1